വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നല്ല മഴയൊക്കെ അല്ലേ? മഴയത്ത് നല്ല ചൂട് ചായയും നല്ല ചൂട് പരിപ്പ് വട അല്ലെങ്കിൽ ഉഴുന്ന് വടയൊക്കെയാണ്. ഇന്ന് കുറച്ച് പരിഷ്കാരിയാവാം. നല്ല മഴയും ചായയും ഒപ്പം ലോഡഡ് ഫ്രൈസും, നല്ല ചീസി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചോളൂ. അരമണിക്കൂർ വെച്ചാലും മതി. അരമണിക്കൂറിന് ശേഷം നമുക്കിത് പൊരിച്ച് എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഈ ഒരു നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അതൊന്ന് 5 മിനിറ്റ് ഒന്ന് ഇട്ടൊന്ന് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി. നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് തണുത്ത വെള്ളത്തിലേക്കാണ് ഇടേണ്ടത് കേട്ടോ. കാരണം അത് തണുത്ത വെള്ളത്തിലിട്ട് പിന്നെ വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ടാണിത് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഉരുളക്കിഴങ്ങ്, നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചീസും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗൾ വേണമെങ്കിൽ ബൗൾ എടുക്കാം, അല്ലെങ്കിൽ കേക്ക് ടിൻ വേണമെങ്കിൽ കേക്ക് ടിൻ എടുക്കാം. നമുക്കിനി ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊന്ന് മെൽറ്റ് ചെയ്യാൻ കൂടിയിട്ടാണ്. കാരണം ചീസ് ഇടുമ്പോൾ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഒരു ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേക്ക് ടിന്നിലേക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചീസും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ലെയർ. എന്നിട്ട് വീണ്ടും നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും വീണ്ടും അതിൻ്റെ മേലേക്ക് വീണ്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ചീസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടാം കേട്ടോ. കാരണം നിങ്ങൾക്ക് ചീസ് എത്രത്തോളം വേണം അത്രത്തോളം നിങ്ങൾക്ക് ചീസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് എയർ ഫ്രയറിൽ വെച്ച് ഈ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ചീസ് മെൽറ്റ് ചെയ്യേണ്ട നേരം മാത്രം മതി, കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇവിടെ ചിക്കൻ ഫ്രൈഡ് ആണ്, പിന്നെ പൊട്ടറ്റോയും ഫ്രൈഡ് ആണ്. അതുകൊണ്ട് ഇനി ഇത് കൂടുതലായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ചീസ് മാത്രം ഒന്ന് മെൽറ്റ് ആയാൽ മതി. 5 മിനിറ്റിനുള്ളിൽ തന്നെ ചീസൊക്കെ മെൽറ്റായി വരും. അപ്പോൾ അതിനും കൂടുതൽ എന്തായാലും വെക്കേണ്ട ആവശ്യമില്ല എയർ ഫ്രയറിൽ. അപ്പോൾ ആ ചീസ് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ക്രീമി ആയിട്ടുള്ളൊരു സോസ് റെഡിയാക്കാം.
അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയും ബട്ടറും കൂടി ഒന്ന് മിക്സ് ആയിട്ടൊന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം, നമ്മുടെ സാധാ പച്ചവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഇത്തിരി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്രീമിയും അതേപോലെ നല്ലൊരു ചീസി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ. അപ്പോൾ ചീസും കൂടി ഒന്ന് മെൽറ്റായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്താണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീമി ചീസി സോസ് ഇവിടെ റെഡി. ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീമി ചീസി ആയിട്ടുള്ള സോസും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമിയും ചീസിയുമായിട്ടുള്ള ലോഡർ ഫ്രൈസ് ആണ്. ഞാൻ നിങ്ങൾക്ക് എടുത്തും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രീമിയുമാണ്, അതേപോലെ നല്ല ചീസിയുമാണെന്ന്. ഇല്ലേ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ? അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ലോഡർ ഫ്രൈസൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.